കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിച്ച് എൻ്റെ വാട്ടേ ഈറ്റിൻ മേടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിന് വളരെ ഡിമാൻഡാണ് ഗൈസ്. എനിക്ക് ചിക്കൻ ഫ്രൈ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം 3 ബദാം കഴിച്ചു കേട്ടോ. നാളെ വിഷുവല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ കണിക്കൊന്ന് പറയാൻ മരത്തിൻ്റെ മണ്ടി പറ്റിപ്പിടിച്ച് കയറി. ഇന്ന് കണിക്കൊന്നയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് രാവിലെ തന്നെ പറിച്ച് ശേഖരിച്ച് വെക്കാൻ തരുന്നത് കേട്ടോ, പെട്ടെന്ന് തീർന്നു പോയാലോ. പിന്നെ അത് എൻ്റെ മാമിന് വേണ്ടി വരിക്ക ചക്ക ഉണ്ടായിരുന്നു ഗൈസ്. സോറി ഗൈസ്, വരിക്കയിലെ കൂവച്ചക്കയാണ്. അപ്പോൾ പഴുത്ത ചക്ക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതും കഴിച്ചു. പിന്നെ എൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നു. എൻ്റെ 2 മാമന്മാരും ഗൾഫിൽ നിന്നും അപ്പോൾ തന്ന മുട്ടായാണ് കേട്ടോ. പിന്നെ ഈ മീനിന് വളരെ പ്രത്യേകതയുണ്ട്. ആ അവിയലിലാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവിയലിൻ്റെ മലക്കറി തട്ടേണ്ടായിരുന്നു. അപ്പം അവിടെ ചാള മീൻ തട്ടി. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ചാള മീൻ അവിയലും ചോറും കൂട്ടി കഴിച്ചു. പിന്നെ അതിന് ഉച്ചയ്ക്ക് ചക്ക, ചിക്കൻ അതും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ എവിടെ നിന്നോ കിട്ടിയ അരഭാഗം മാങ്ങ അമ്മ എനിക്ക് തന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ബിക്കോസ് നാളെ വിഷുവല്ലേ. പോണ വഴിയിൽ ഒരു വെറൈറ്റി ജാമ്പയ്ക്കുണ്ട്, പച്ച കളറാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ജാമ്പയ്ക്ക് പച്ച കളർ കാണുന്നത്. ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അത്ര ഇനിപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഷോപ്പിംഗ് തുടങ്ങി. ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് നല്ല വിഷുവിൻ്റെ വൈബൊക്കെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്ന് കിട്ടും കേസ്, പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒറിജിനൽ കണിക്കൊന്ന് എൻ്റെ വീടിൻ്റെ അവിടെ കിട്ടും കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പത്മനാഭ കോവിൽ കുറച്ച് ഭൂതങ്ങളെ കണ്ടു. അവിടെ എന്തോ ആചാരാനുഷ്ഠാനങ്ങളാണ്. പിന്നെ നൈറ്റ് ആയപ്പോൾ കുഞ്ഞേരെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ചോറ് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.